ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ്സിൻ്റെ 2025 വാർഷിക എക്സാം അൽഫിഖുൽ ഇസ്ലാം നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ ചോദ്യം കോളത്ത് ശരിയാപ്പെടുത്തണം അല്ലേ? അപ്പോൾ നമുക്ക് ചോദ്യം വായിക്കാം. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം തറാവീഹാണ് ഇവിടെ വന്നത്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. അതുപോലെ പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കണം കേട്ടോ. അതുപോലെ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളുണ്ട്, അവ്വാബീന്, ലുഹ, ഓക്കെ. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക. അടുത്തത് അസ്സലാത്തു ഹൈറും മിനന്നൗം. അസ്സലാത്തു ഹൈറും മിനന്നൗം തസ്വീബാണ്. അസ്സലാത്തു ഹൈറും മിനന്നൗം എന്നത് അടയാളപ്പെടുത്തുക. അടുത്തത് അറഫ ലഭിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കൽ എന്താണ്? വാജിബാണ്. അറഫ ലഭിക്കാൻ വേണ്ടിയിട്ട് നിസ്കാരം. ഒന്നാമത്തെ ചോദ്യം ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം. ജമാഅത്ത് സുന്നത്തുള്ളത് ഇവിടെ തറാവീഹാണ് വന്നത്, നമുക്ക് അടയാളപ്പെടുത്താം. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം അതിവിടെ തറാവീഹാണ് വന്നത്. ജമാഅത്ത് സുന്നത്തുള്ള തറാവീഹ്, പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം ഒക്കെ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കുക. ഇവിടെ അവ്വാബീന്, ലുഹ അതൊക്കെ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളാണ്. അപ്പോൾ അതുപോലെ ചോദ്യം വരാം. അടുത്തത് അസ്സലാത്തു ഹൈറും മിനന്നൗം. അസ്സലാത്തു ഹൈറും മിനന്നൗം അത് തസ്വീബാണ്, തസ്വീബ്. അപ്പോൾ നമുക്ക് അടയാളപ്പെടുത്താം. മൂന്നാമത്തത് അറഫ ലഭിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കൽ എന്താണ്? വാജിബാണ്. അറഫ ലഭിക്കാൻ വേണ്ടിയിട്ട് നിസ്കാരം പിന്തിക്കൽ വാജിബാണ്. നാലാമത്തത് നിസ്കാരത്തിൽ ചെയ്താൽ ബാത്തിലാകും. എന്താണ്? ശുക്റിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ ബാത്തിലാകും. അടുത്തതാ തറാവീഹ് നിസ്കാരം. 20 റക്അത്താണ്. 20 റക്അത്ത് തറാവീഹ് നിസ്കാരം 20 റക്അത്ത്. അടുത്തതാ മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരത്തിൻ്റെ പ്രതിഫലം. 1 ലക്ഷമാണ്. 1 ലക്ഷമാണ്. അടുത്ത ഇനി ചേരുമ്പടി ചേർക്കാൻ വന്നത് സമയമാവൽ എന്താണ്? അദാനിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഷർത്താണ്. സമയമാവുക എന്നത്. കിബിലക്ക് മുന്നിടുക അദാനിൻ്റെയും ഇക്കാമത്തിൻ്റെയും സുന്നത്താണ്. ഏത്തിക്കാഫിന് നിയ്യത്ത് ചെയ്യുക മസ്ജിദിൽ പാലിക്കേണ്ട അദബാണ്. അപ്പം അതിൻ്റെ എഴുതാ. അടുത്തതാ തമാശ രൂപത്തിൽ വല്ലതും ചെയ്യുക. എന്താണ്? നിസ്കാരം ബാത്തിലാകുന്ന കാര്യമാണ്. തമാശ രൂപത്തിൽ വല്ലതും ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യമാണ്. പുരുഷൻ തലയും ചുമലും മറക്കാതിരിക്കൽ എന്താണ്? നിസ്കാരത്തിൽ വരുന്ന കറാഹത്താണ്. പുരുഷൻ തലയും ചുമലൊക്കെ തുറന്നിടൽ നിസ്കാരത്തിൽ വരുന്ന കറാഹത്താണ്. അപ്പോൾ അവിടെ നമ്മൾ അദാനിൻ്റെ ഇക്കാമത്തിൻ്റെ ഷർത്തും സുന്നത്തും മസ്ജിദിൽ പാലിക്കേണ്ട അദബുകളും നിസ്കാരം ബാത്തിലാകുന്ന കാര്യവും നിസ്കാരത്തിൽ വരുന്ന കറാഹത്തുകളൊക്കെ നമ്മൾ വേറെയും കാരണങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ മാറി വരാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. അത്തായ സമയമാണ് ഡാഷ് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമം. ഏത് നിസ്കാരത്തിനാണ്? തഹജ്ജുദ് നിസ്കാരത്തിന്. അത്തായ സമയമാണ് തഹജ്ജുദ് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമം. അടുത്തത് മുഅക്കദായ റവാത്തിബ് സുന്നത്തുകൾ ഡാഷ് റക്കാത്താണ്. എത്രയാണ്? 10 റക്കാത്ത്. റവാത്തിബ് സുന്നത്തുകൾ 22 റക്കാത്താണ്. അതിൽ മുഅക്കദായത് 10 റക്കാത്താണ്. അടുത്തതാ സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു. തിലാവത്തിൻ്റെ സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ. وشق سمعه وبصره بحوله وقوته. سجد وجهه للذي خلقه وصوره. وشق سمعه وبصره بحوله وقوته. ഇതാണ് തിലാവത്തിൻ്റെ സുജൂദിൽ ചൊല്ലേണ്ടത്. അടുത്തതാ അല്ലാഹു തആലയുടെ പ്രീതി പ്രതീക്ഷിച്ച് ഡാഷ് വർഷം അദാൻ ചെയ്യുന്നവർക്ക് നരകമോചനമുണ്ട്. 7 വർഷം അദാൻ ചെയ്തവർക്ക്. അല്ലാഹു തആലയുടെ പ്രീതി പ്രതീക്ഷിച്ച് 7 വർഷം അദാൻ ചെയ്തവർക്ക് നരകമോചനമുണ്ടെന്ന് മനസ്സിലാക്കുക. അടുത്തത് അൽ ഫജ്റു സ്വാദിഖ് വെളിവായത് മുതൽ ഡാഷ് വരെയാണ് സുബഹി നിസ്കാരത്തിൻ്റെ സമയം. എന്താണ്? സൂര്യൻ ഉദിക്കുന്നത് വരെ. ഫജ്ർ സ്വാദിഖ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് സുബഹി നിസ്കാരത്തിൻ്റെ സമയം. ഇതുപോലെ മറ്റു നിസ്കാരത്തിൻ്റെ സമയങ്ങളൊക്കെ മനസ്സിലാക്കുക. അടുത്തത് നിസ്കാര സമയം അറിവായില്ലെങ്കിൽ ഡാഷ് നടത്തി മനസ്സിലാക്കി നിസ്കരിക്കണം. എന്താണ്? ഗവേഷണം നടത്തി മനസ്സിലാക്കി നിസ്കരിക്കണം. നിസ്കാരത്തിൻ്റെ സമയം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഗവേഷണം നടത്തി സമയം മനസ്സിലാക്കി നിസ്കരിക്കണം. അടുത്തത് ഒറ്റവാക്യ ഉത്തരം എഴുതാനാണ്. ഇസ്രാവും മിഅ്റാജും ഉണ്ടായ മാസം
ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് റജബിലാണ്. റജബ് 27-നാണ്. അടുത്തത് നിസ്കാരത്തിൽ ഖിറാഅത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ഷെയ്ത്താനാണ് ഹിൻസിബ്. ഹിൻസിബ് എന്ന ഷെയ്ത്താനാണ് നിസ്കാരത്തിലെ ഖിറാഅത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി ആദ്യം നിർമ്മിച്ച മസ്ജിദ് മസ്ജിദുൽ ഖുബാ. മദീനയിലെത്തി ആദ്യം നിർമ്മിച്ച മസ്ജിദാണ് മസ്ജിദുൽ ഖുബാ. വെള്ളത്തിന് പ്രയാസപ്പെടുന്ന സമയത്തുള്ള നിസ്കാരം ഏതാണ്? ഇസ്തിഷ്കാ. ഇസ്തിഷ്കാ, വെള്ളത്തിന് പ്രയാസപ്പെടുന്ന സമയത്തുള്ള നിസ്കാരമാണ് ഇസ്തിഷ്കാ. ഉറക്കം തോന്നുന്ന സമയത്ത് നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്ത്? ഉറക്കം തോന്നുന്ന സമയത്ത് നിസ്കരിക്കുന്നതിൻ്റെ വിധി കറാഹത്താണ്. അടുത്തത് നിസ്കാരത്തിൻ്റെ പുറത്ത് തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ഫർളുകൾ എത്ര? 4 നിസ്കാരത്തിൻ്റെ പുറത്ത് തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ഫർളുകൾ 4. അപ്പോൾ നിസ്കാരത്തിലാണെങ്കിൽ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുന്നേ പറഞ്ഞ റിവിഷനിലും ചോദ്യപേപ്പറിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അടുത്ത ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. നിസ്കാരത്തിനല്ലാത്ത അദാനും ഇക്കാമത്ത് സുന്നത്തുള്ള 2 സന്ദർഭങ്ങൾ എഴുതുക. എപ്പോഴൊക്കെയാണ് അദാനും ഇക്കാമത്ത് സുന്നത്തുള്ളത്? പ്രസവിച്ച ഉടനെ കുഞ്ഞിൻ്റെ വലത് ചെവിയിൽ അദാനും ഇടത് ചെവിയിൽ ഇക്കാമത്തും, യാത്രക്കാരൻ്റെ പിറകിൽ നിന്നും അദാനും ഇക്കാമത്തും സുന്നത്താണ്. അടുത്തത് ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ റുക്കോയിൽ എത്തിയ ശേഷം ഫാത്തിഹ ഓതിയോ എന്ന് സംശയിച്ചാൽ എന്തു ചെയ്യണം? ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ റുക്കോയിലെത്തിയ ശേഷം ഫാത്തിഹ ഓതിയോ എന്ന് സംശയിച്ചാൽ ഖിയാമിലേക്ക് തിരിച്ചു വരികയും ഫാത്തിഹ ഓതുകയും വേണം. ഖിയാമിലേക്ക് തിരിച്ചു വരികയും ഫാത്തിഹ ഓതുകയും വേണം. മനസ്സിലാക്കുക. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർക്ക് ഈമാൻ ഉണ്ടെന്ന് സാക്ഷ്യം വഹിക്കുവാർക്ക്. ആർക്കാണ്? മസ്ജിദിലേക്ക് പതിവായി പോകുന്നവർക്ക്. മസ്ജിദിലേക്ക് പതിവായി പോകുന്നവരെ കണ്ടാൽ അവർക്ക് ഈമാൻ ഉണ്ടെന്ന് സാക്ഷ്യം വഹിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് എന്താണ്? മഅ്മൂമ് അബ്ആദ് സുന്നത്ത് മറന്നൊഴിവാക്കിയാൽ എന്ത് ചെയ്യണം? മഅ്മൂമ് അബ്ആദ് സുന്നത്ത് മറന്നൊഴിവാക്കിയാൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇമാമിനോട് ചേരാൻ അതിലേക്ക് തിരിച്ചു പോകൽ നിർബന്ധമാണ്. ഇമാമിനോട് ചേരാൻ അതിലേക്ക് തിരിച്ചു പോകൽ നിർബന്ധമാണ്. ജമാഅത്ത് സുന്നത്തുള്ള 4 സുന്നത്ത് നിസ്കാരങ്ങൾ എഴുതുക. ജമാഅത്ത് സുന്നത്തുള്ളത് നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നില്ല. അതുപോലെ പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, മഴയ്ക്ക് തേടിയുള്ള നിസ്കാരം, തറാവീഹ്, ഇതൊക്കെ ജമാഅത്ത് സുന്നത്തുള്ളതാണ്. അതുപോലെ ജമാഅത്ത് സുന്നത്തില്ലാത്തത് റവാത്തിബ്, അവ്വാബീന്, ലുഹ, തഹിയ്യത്ത്, ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾക്കൊന്നും ജമാഅത്ത് സുന്നത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അല്ലാഹു തആല കരാർ ചെയ്തിട്ടുണ്ട്. ആരോടാണ്? 5 വക്ത് നിസ്കാരം പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കുന്നവന്. 5 വക്ത് നിസ്കാരം പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കുന്നവന് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അല്ലാഹു തആല കരാർ ചെയ്തിട്ടുണ്ട്. അടുത്തതാ നിസ്കാരത്തിൽ ഖുർആൻ പാരായണത്തിൽ വരുന്ന കറാഹത്തുകൾ 2 എഴുതുക. എന്താണ്? ഔദു, സൂറത്ത് എന്നിവ ഒഴിവാക്കുക. അത് നിസ്കാരത്തിൽ ഖുർആൻ പാരായണത്തിൽ വരുന്ന കറാഹത്താണ്. ഔദു, സൂറത്ത് എന്നിവ ഒഴിവാക്കുക. പിന്നെ ഇമാമ് ഫാത്തിഹ ഓതാൻ തുടങ്ങും മുമ്പ് ഫാത്തിഹ ഓതുക. ഇമാമ് തുടങ്ങുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതുക. ഒക്കെ ഖിറാഅത്തിൽ വരുന്ന ഖുർആൻ പാരായണത്തിൽ വരുന്ന കറാഹത്തുകളാണ്. ഇനി 5 വരി കുറയാതെ എഴുതാൻ വന്നത് എന്താണ്? പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപമാണ്. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം നമ്മളെ 16ാമത്തെ പാഠത്തിലാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അതിൽ എന്താണ് നമുക്ക് എഴുതാം? സൂര്യൻ ഉദിച്ച് പൊങ്ങിയത് മുതൽ ളുഹർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. അത് 2 റക്അത്തുകളാണ്. ചെറിയ പെരുന്നാൾ നിസ്കാരം അല്പം വൈകിയും വലിയ പെരുന്നാൾ നിസ്കാരം നേരത്തെയും നിസ്കരിക്കൽ സുന്നത്താണ്. അതിൻ്റെ ആദ്യ റക്അത്തിൽ ദുആഉൽ ഇഫ്തിതാഹിന് ശേഷം 7 തക്ബീറും 2ാം റക്അത്തിൽ 5 തക്ബീറുകളും ചൊല്ലണം. തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. 1ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഖാഫും അല്ലെങ്കിൽ സബ്ബിഹിസ്മ ഓതലും 2ാം റക്അത്തിൽ ഇഖ്തറബ അല്ലെങ്കിൽ ഹൽ അതാക ഓതലും സുന്നത്താണ്. നിസ്കാരത്തിന് ശേഷമാണ് പെരുന്നാൾ നിസ്കാരത്തിൽ ഖുതുബ നിർവഹിക്കേണ്ടത്. അപ്പോൾ അത്രയും നമുക്ക് പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ചിട്ട് അവിടെ എഴുതാം.
ആ പാഠത്തിൽ തന്നെ നമ്മൾ ഗ്രഹണം, പിന്നെ തറാവീഹ്, റവാത്തിബുകൾ ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. തറാവീഹ് നിസ്കാരം, റവാത്തിബ് സുന്നത്ത്, മറ്റു സുന്നത്ത് നിസ്കാരങ്ങൾ ഒക്കെ മനസ്സിലാക്കി പഠിക്കട്ടോ. സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചിട്ട് ഇതേപോലെ എഴുതാൻ വന്നാൽ എഴുതുക. അടുത്തതാ മസ്ജിദിൻ്റെ മഹത്വമാണ് എഴുതാൻ വന്നത്. മസ്ജിദിൻ്റെ മഹത്വം നമ്മൾ 11ാമത്തെ പാഠമാണ്. മസ്ജിദുകൾ അല്ലാഹു തആലയുടെ ഭവനങ്ങളാണ്. അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലങ്ങളാണവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നാടുകളിൽ അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് മസ്ജിദുകളാണ്, ഏറ്റവും മോശമായത് അങ്ങാടികളുമാണ്. മദീനയിലെത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ചെയ്ത കാര്യം മസ്ജിദുൽ ഖുബായിൻ്റെ നിർമ്മാണമായിരുന്നു. ആരെങ്കിലും മസ്ജിദ് നിർമ്മിച്ചാൽ അതുപോലുള്ളൊരു ഭവനം സ്വർഗത്തിൽ അല്ലാഹു തആല അവന് വേണ്ടി നിർമ്മിക്കും. മസ്ജിദുകൾ മുസ്ലിങ്ങളുടെ സാംസ്കാരിക കേന്ദ്രമാണ്. ഇബാദത്തുകൾ നിർവഹിക്കുക, അറിവ് പഠിപ്പിക്കുക, നിക്കാഹ് ചെയ്യുക തുടങ്ങിയ എല്ലാ പ്രധാന കാര്യങ്ങളും മസ്ജിദിൽ വെച്ച് നടത്തുക. മസ്ജിദുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മറ്റു മസ്ജിദുകളിൽ 1,00,000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരം. മസ്ജിദുൽ ഹറാം അല്ലാത്ത മറ്റു മസ്ജിദുകളിൽ 1000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എൻ്റെ മസ്ജിദ്, അതായത് മസ്ജിദുൻ നബവിയിലെ നിസ്കാരം. മറ്റു മസ്ജിദുകളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ 500 ശ്രേഷ്ഠമാണ് ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അക്സായിലെ ഒരു നിസ്കാരം. ഇതൊക്കെ നമുക്ക് മസ്ജിദിൻ്റെ മഹത്വങ്ങളിൽ മനസ്സിലാക്കാം. അപ്പോൾ അതൊക്കെ ചേർത്ത് അവിടെ പൂർത്തിയാക്കുക. അപ്പോൾ ഇത്രയാണ് അൽ-ഫിഖ്ഹുൽ ഇസ്ലാം ചോദ്യപേപ്പറിൽ വന്നത്. എല്ലാവരും ചോദ്യം മനസ്സിലാക്കി ഉത്തരങ്ങളൊക്കെ പഠിക്കുക. നമ്മൾ മുന്നത്തെ ചോദ്യപേപ്പറൊക്കെ ഉപകാരപ്പെടുത്തുക. അതിലും കൂടുതൽ റിവിഷനായിട്ടൊക്കെ പറയുന്നുണ്ട്. ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.